അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 14/8/2026 ഷബാബുന ഹിമമുൻ വഖിയം എന്ന ശീർഷകത്തിൽ യുവാക്കളെ പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുതുബ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം, അള്ളാഹു നമ്മുടെ കഴിവും പ്രാപ്തിയുമൊക്കെ പരിപൂർണമാക്കുന്ന സമയം. ഖുർആൻ പറയുന്നു, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ. അള്ളാഹു നിങ്ങളെ ബലഹീനരായി സൃഷ്ടിച്ചു, ബലഹീനതയ്ക്കു ശേഷം അവൻ നിങ്ങൾക്ക് കഴിവ് നൽകി. അതാണ് ജീവിതത്തിലെ യുവത്വ സമയം. നമ്മുടെ കൈക്കരുത്തും മെയ്ക്കരുത്തുമൊക്കെ പ്രകടമാകുന്ന ആ ഘട്ടം, നമുക്ക് പ്രതീക്ഷകൾ പൂത്തുലയുന്ന സമയം, നടപ്പിലാക്കാനും മുന്നോട്ട് ഗമിക്കാനുമൊക്കെ നമുക്ക് പ്രചോദനം കിട്ടുന്ന ജീവിതത്തിലെ ഏറ്റവും നല്ല ഘട്ടം. നമ്മുടെ ആ യുവത്വത്തെ ഈമാനികമായ വിശ്വാസം മുന്നോട്ട് നയിക്കണം. മൂല്യങ്ങളും സംസ്കാരങ്ങളും നാം മുറുകെ പിടിക്കണം. വളരെ തന്മയത്വത്തോടുകൂടി നാം ആ സമയം ചെലവഴിക്കണം. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമുക്ക് യുവാക്കളുടെ തിളങ്ങുന്ന ചിത്രങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അവർ ഉയർന്ന മനക്കരുത്തുള്ളവരായിരുന്നു, നല്ല മൂല്യവും സംസ്കാരവും ഉള്ളവരായിരുന്നു, അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ ഉടമകളായിരുന്നു. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവർ യുവാക്കളാണ്, അവർ അവരുടെ രക്ഷിതാവിൽ അടിയുറച്ച് വിശ്വസിച്ചു, അപ്പോൾ നാം അവർക്ക് നേർമാർഗം വർദ്ധിപ്പിച്ചു കൊടുത്തു. നാം റബ്ബിൽ വിശ്വാസം ഉള്ളവരാകണം. അത് നമ്മുടെ വിജയത്തിൻ്റെ വഴിയാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്. അവിടുന്ന് പറയുന്നു, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു. 7 വിഭാഗത്തിന് അള്ളാഹു മറ്റു നിഴലുകളില്ലാത്ത അന്ത്യനാളിൽ മഹ്ശറിൽ നിഴലിട്ട് കൊടുക്കും. ആ സപ്തമഹത്തുക്കളിൽ അവിടുന്ന് എണ്ണി, വശാബുൻ നശഅ ഫീ ത്വാഅത്തില്ലാഹ്. അള്ളാഹുവിനെ അനുസരിച്ച് അവൻ്റെ യുവത്വം ചെലവഴിച്ചവർ. യുവാക്കളെ, നാം അള്ളാഹുവിനെ മുൻനിർത്തി നമ്മുടെ മാതാപിതാക്കളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് നാം എപ്പോഴും നന്മ ചെയ്യണം. അവർ നമ്മിലാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. നമ്മെ വളർത്തി വലുതാക്കി ഈ പരുവത്തിലേക്ക് എത്തിച്ചത് അവരാണ്. അവരുടെ പ്രതീക്ഷകൾക്ക് നാം ഒരിക്കലും മങ്ങലേൽപ്പിക്കരുത്. എപ്പോഴും നാം അവർക്ക് സഹായവും സൗകര്യവും ചെയ്തു കൊടുക്കണം. അവർക്ക് താങ്ങും തണലായി നിൽക്കാൻ നമുക്ക് കഴിയണം. നമ്മളെക്കൊണ്ട് അവർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്നുണ്ടാകണം. അവരുടെ ആരോഗ്യകാര്യങ്ങൾ നാം എപ്പോഴും ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ സമയത്തിൻ്റെ മൂല്യം നാം അറിയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെപ്പോലെയുള്ള യുവാക്കളോട് പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇഗ്തനിം ഖംസൻ ഖബല ഖംസ്. നിന്റെ ജീവിതത്തിൽ ഒരു 5 ഘട്ടങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് 5 ഘട്ടങ്ങളെ നീ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം. അവിടുന്ന് അതിൽ പറഞ്ഞു, ഷബാബക ഖബല ഹറമിക്. നിനക്ക് വാർദ്ധക്യം വരും, അതിൻ്റെ മുമ്പ് നിന്റെ യുവത്വം നീ നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. വസുഹത്തക ഖബല സഖമിക്. നീ രോഗഗ്രസ്തനാകും, അതിൻ്റെ മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ നന്മയിൽ ചെലവഴിക്കണം. വഫറാഗക ഖബല ശുഗ്ലിക്. നിനക്ക് ഒഴിവുവേളകളുണ്ട്, നീ ബിസിയാകുന്നതിൻ്റെ മുമ്പ് ആ ഒഴിവ് സമയങ്ങൾ നീ നന്മയിൽ ചെലവഴിക്കണം. യുവാക്കൾ സ്വന്തത്തോട് ചോദിക്കണം, സമയം നാം എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? എന്താണ് നമ്മുടെ മുന്നോട്ടുള്ള ജീവിത ലക്ഷ്യം? നാം ഈ രാജ്യത്തിന് വേണ്ടി എന്ത് സമർപ്പിക്കാനാണ് തയ്യാറായിട്ടുള്ളത്? നമ്മുടെ ദിവസങ്ങൾ ഒരു ലക്ഷ്യവുമില്ലാതെ അങ്ങനെ കടന്നുപോയിക്കൂടാ. ദിവസങ്ങൾ എപ്പോഴും ഒരേ രൂപത്തിലായിക്കൂടാ. അവൻ വഞ്ചിക്കപ്പെട്ടവനാണ്. ഇന്നത്തെക്കാൾ നമ്മുടെ ദിവസം നാളത്തെ ദിവസം മെച്ചപ്പെട്ടതാകണം, അല്ലെങ്കിൽ അവൻ നഷ്ടത്തോട് അടുത്തവനാണ്.
നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പരിഹരിക്കണം. നാം എപ്പോഴും നല്ല പരന്ന വായനയുള്ളവരാകണം. അത് നമുക്ക് കഴിവും പ്രാപ്തിയും നൽകും. അതോടൊപ്പം തന്നെ നാം എന്തു പറയുന്നതിൻ്റെ മുമ്പും അതിനെക്കുറിച്ച് നാം പഠിക്കണം. ആ പഠനം നമുക്ക് എപ്പോഴും നന്മയാണ്. നബിതങ്ങൾ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ഒരാൾ വിജ്ഞാനം അന്വേഷിച്ച് ഉള്ള വഴിയിൽ പ്രവേശിച്ചാൽ അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴിയെ എളുപ്പമാക്കി കൊടുക്കും എന്ന്. നാം ഒരു വിവരം കൈമാറുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമ്മൾ പഠിക്കണം. അള്ളാഹു പറഞ്ഞില്ലേ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. അതിൻ്റെ ഔദ്യോഗികമായ സ്രോതസ്സുകളെപ്പറ്റി നാം അന്വേഷിക്കണം. എന്നിട്ടേ നാം അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാവൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിച്ചു പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അറിവുള്ളവർ അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കണം. നാം എപ്പോഴും അഭിമാനം ഉള്ളവരാകണം. അതോടൊപ്പം തന്നെ സൽസ്വഭാവം നമ്മുടെ മുഖമുദ്രയാകണം. ജീവിത വിശുദ്ധി ഏതു സമയത്തും നാം കാത്തു സൂക്ഷിക്കണം. നാം ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് നാം സ്വയം വിലയിരുത്തി നോക്കണം. നാം ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെ തന്ത്രപൂർവമാകണം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. ഒരാൾക്ക് അല്ലാഹു തആല ഹിക്മത്ത്, യുക്തിഭദ്രത നൽകിയാൽ അള്ളാഹു നൽകിയത് വളരെ ഫലവത്തായതും വളരെ മഹത്തായതുമാണ്. യുവാക്കൾ നമ്മുടെ നാളെയുടെ പ്രതീക്ഷയാണ്. അവരുടെ ആ കരുത്തിൻ്റെ മേലിലാണ് ഈ രാജ്യം കെട്ടിപ്പടുക്കുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ വളരെ പ്രതിസന്ധി നിറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ യുവാക്കളെ വിളിച്ചുകൂട്ടും, അവരോട് കൂടിയാലോചന നടത്തും. അവരുടെ ആ മൂർച്ചയുള്ള ബുദ്ധിയിൽ നിന്ന് വരുന്ന അഭിപ്രായങ്ങൾക്ക് അവർ വില കൽപ്പിക്കും. നാം രാജ്യത്തിന് സേവനം ചെയ്യാൻ സന്നദ്ധരാകണം. നമ്മുടെ പ്രായമേറിയവരിൽ നിന്നുള്ള പാഠങ്ങൾ നമ്മൾ പഠിച്ചെടുക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ അനുഗ്രഹീതനായ പ്രസിഡന്റ്, ഈ ലോകത്തോട് വിട പറഞ്ഞ നമ്മുടെ അൽ വാലിദുൽ ഖായിദ് മുഅസ്സിസു അഷ്ശൈഖ് സായിദ് ത്വയ്യബല്ലാഹു സറാ മഹാനവറുകൾ പറഞ്ഞില്ലേ, യാദ ശബാബൽ ബാനി ബാദിർ വഖും ബിജുഹൂദ്. ഓ നിർമ്മാണാത്മകമായ പ്രവർത്തനം നടത്തുന്ന യുവാവേ, നീ കഠിന ശ്രമത്താൽ മുന്നോട്ട് നീങ്ങുക എന്ന്. നാം നമ്മുടെ സംസ്കാരങ്ങളും മൂല്യങ്ങളുമൊക്കെ ശ്രദ്ധിക്കണം. നാം എപ്പോഴും പ്രതീക്ഷയോടുകൂടെ ഭാവിയിലേക്ക് നോക്കണം. നാം മനുഷ്യത്വത്തിന് തന്നെ മാതൃകയാകാൻ കഴിയണം. നമുക്ക് അല്ലാഹു തആല കനിഞ്ഞു നൽകിയ ഈ ഭൂമിയിലെ പ്രകൃതി സമ്പത്തുകളൊക്കെ ശ്രദ്ധിക്കാനും അത് പരിചരിക്കാനും പരിപാലിക്കാനും നാം എപ്പോഴും ശ്രദ്ധ കാണിക്കണം. മറ്റുള്ളവരോടൊക്കെ ഐക്യത്തിലും സ്നേഹത്തിലും വിട്ടുവീഴ്ചയിലും നാം ഇടപഴകണം. ഒരേ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി ശ്രമകരമായ പ്രവർത്തനങ്ങൾ കൂട്ടായി ചെയ്ത് നമ്മുടെ പ്രതീക്ഷകൾക്ക് ആ വെളിച്ചം പകരാൻ നമുക്ക് സാധിക്കണം. നാം മറ്റുള്ളവർക്ക് കൊടുക്കാനും പരസ്പരം കൈമാറാനും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനും മുന്നോട്ട് വരണം. അള്ളാഹു പറഞ്ഞില്ലേ, വതആവനു അലൽ ബിർരി വത്തഖ്വ. നിങ്ങൾ നന്മയിലും സൂക്ഷ്മതയിലും പരസ്പരം കൈകോർക്കുക. അള്ളാഹു നമ്മുടെ യുവാക്കൾക്ക് എല്ലാ നന്മയും ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.